നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ വീടുകളിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ദാരിദ്ര്യം മാറില്ല. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരില്ല. ലക്ഷ്മി ദേവിക്ക് വരണം എന്നുണ്ടെങ്കിൽ പോലും വരാൻ സാധിക്കാത്തൊരു അവസ്ഥ വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് അതൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റി വയ്ക്കുക. അങ്ങനെയുണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇനിയും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ വീടിന് ഉള്ളിലേക്ക് കയറുന്ന പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിൽ എന്താണെങ്കിലും ചെറിയ 1-2 സ്റ്റെപ്പ്, പടിക്കെട്ട് എന്നൊക്കെ പറയും. ആ പടിക്കെട്ടിൽ നമുക്ക് ചെരുപ്പ് ഇടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റണം. ഈ പടിക്കെട്ടുകളിൽ ചെരുപ്പിടൽ അത് അശുഭമായ ഒരു സൂചനയാണ്. പടിക്കെട്ടിൽ നിന്ന് മാറ്റി സൈഡിലേക്കോ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വെക്കാൻ ഒരു ചെറിയൊരു സ്ഥലമുണ്ടാക്കി അവിടെയോ മാത്രം വയ്ക്കുക. ചെരുപ്പ് ഒരിക്കലും പടിക്കെട്ടിൽ കൊണ്ടുവന്ന് ഇടരുത്. ലക്ഷ്മി ദേവി ഒരിക്കലും അകത്തേക്ക് കടക്കില്ല. അടുത്തായിട്ട് പറയുന്നത് നായ, പട്ടി എന്നൊക്കെ പറയും, നായയുടെ കാര്യമാണ്. നായ ഒരിക്കലും നമ്മൾ വരാന്തയിലോ സിറ്റ് ഔട്ടിലോ കെട്ടിയിടരുത്. അത് ഒരു അശുഭമായ ലക്ഷണമാണ്. അതുപോലെ തന്നെ നായയുടെ കൂട്, അതായത് നായ കെട്ടിയിടുന്ന കൂട് കറക്റ്റ് പ്രധാന വാതിലിന് നേരെ ആവാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ നായയെ കെട്ടിയിടും. ഒരിക്കലും അത് ചെയ്യരുത്. കൂടാതെ ഈ നായ കെട്ടിടുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാകുന്നുണ്ട്, ഒരു ചീത്ത മണം, അതും അവിടെ ഉണ്ടാവാൻ പാടില്ല. കൂടാതെ വൃത്തിഹീനമായി കിടക്കുന്ന പുരയിടത്തിലേക്ക് ഒരിക്കലും ലക്ഷ്മി ദേവി വരില്ല. എന്നും മുറ്റം വൃത്തിയായി സൂക്ഷിക്കണം. പണ്ടുള്ളവർ നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പും രാവിലെയും മുറ്റമടിച്ച് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. മുറ്റം വൃത്തിയായി കിടക്കുന്നതിന് മാത്രമല്ല, ഇതുപോലുള്ള ചില കാര്യങ്ങളൂടെയുണ്ട്. മുറ്റം വൃത്തിയായി അടിച്ചതിന് ശേഷം ചാണകവെള്ളം തളിച്ച് ശുദ്ധി വരുത്തുന്നത്, അല്ലെ പനിനീർ തളിച്ച് ശുദ്ധി വരുത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കർപ്പൂരമോ കുന്തിരിക്കുമോ ഒക്കെ പുകച്ച് പരിസരവും വീടും നല്ല പോസിറ്റീവ് എനർജിയിൽ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലൊരിക്കലും പഴയ തുണികൾ കൂട്ടിയിട്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജി രൂപം കൊള്ളിക്കൽ. ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ലക്ഷ്മി ദേവി കടന്നു വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയെ പോസിറ്റീവ് ആയിട്ട് വയ്ക്കുക. അതിന് വേണ്ടത് നല്ല സുഗന്ധങ്ങളാണ്. എന്തുകൊണ്ടാണ് അമ്പലങ്ങളിലെ നെയ്യും കർപ്പൂരവും ഒക്കെ ഇട്ട് കത്തിക്കുക? എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പ്രകൃതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മളുടെ മന്ത്രങ്ങൾക്കൊപ്പം ഇതുമെല്ലാം ചെയ്തു പോരുന്നത്. കൂടാതെ ഒരു കുടം ജലം ഉമ്മറത്ത് വയ്ക്കുന്നത്, ഉമ്മറത്തെന്ന് പറഞ്ഞാൽ വീടിൻ്റെ പ്രധാന കവാടത്തിനടുത്തായിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടും നല്ലതാണ്. കൂടാതെ തുളസിച്ചെടി വീടിൻ്റെ ഉമ്മറത്ത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. വീടിൻ്റെ മുറ്റത്ത് തുളസിച്ചെടി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇതും പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ശ്രീചക്രം നമ്മുടെ പ്രധാന വാതിലിന് മുകളിലായിട്ട് സ്ഥാപിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയണ്ടേ, വീട്ടിൽ നാൽക്കാലികളെ വളർത്തുന്ന പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ അത് പ്രധാന വാതിലിൽ നിന്ന് നമുക്ക് സ്മെല്ലൊന്നും അടിക്കാതെ, എന്നാൽ പ്രധാന വാതിലിൽ നിന്നാൽ കാണാവുന്ന അകലത്തിൽ പശുക്കൂടൊക്കെ വരുന്നത് വളരെ നല്ലതായിരിക്കും. വീട്ടിൽ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിന് വളരെ നല്ലതായിരിക്കും. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ഒഴുകിയെത്തും. ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കും. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മളുടെ മാനസിക നില സ്വാഭാവികമായിട്ടും താഴ്ന്നു പോവുകയും അതിൽ നിന്ന് നമുക്ക് പല സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും നമ്മളുടെ മനസ്സ് സന്തോഷമല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സാമ്പത്തികം കുറഞ്ഞു പോകുന്നത്. മനസ്സിൻ്റെയാണ് എല്ലാം. മനസ്സുണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ള ഒരു തത്വം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക. വീട് പരിസരമെല്ലാം എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ധനം വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.